ആപ്കി അദാലത്തിൽ ബി.ജെ.പിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം സർക്കാരിന്റെ മേലുള്ള അണ്ടർ പ്രഷർ കാരണമാണ് യുദ്ധം നിർത്തിയത് എന്നുള്ളതാണ്. ത്രിവേദി സർ, ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയമുണ്ട്. ഇന്ത്യൻ മിലിറ്ററി വളരെ ധൈര്യമായിട്ടാണ് അറ്റാക്ക് ചെയ്തത്. പാകിസ്ഥാന്റെ ഡിഫൻസ് സിസ്റ്റം നശിപ്പിച്ചു, നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. പാകിസ്ഥാന്റെ എയർബേസ് എങ്ങനെയാണ് നശിപ്പിച്ചത്, ടെററിസ്റ്റിന്റെ സ്ഥലങ്ങൾ എങ്ങനെയാണ് നശിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം ഹൈ ആയിട്ടുള്ള സമയത്ത്, ഇന്ത്യക്ക് അപ്പർ ഹാൻഡ് ഉള്ള സമയത്താണ് ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സീസ് ഫയർ പ്രഖ്യാപിക്കാൻ കാരണം അമേരിക്കയുടെ പ്രഷറാണോ, ട്രംപ് കൊടുത്ത പ്രഷർ കാരണമാണോ? അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ ഗവൺമെന്റ് സീസ് ഫയർ യൂസ് ചെയ്തിട്ടില്ല. അവരിതിനെ ഓപ്പറേഷണൽ ബ്രേക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഇത് യുദ്ധവിരാമമല്ല, താൽക്കാലിക ഇടവേള. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ചെറിയ ഇടവേള, അതായത് കമേഴ്ഷ്യൽ ബ്രേക്ക്. ബ്രേക്കിന് ശേഷം എന്താണ് സംഭവിക്കുക, ബ്രേക്കിങ്ങിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന്. അതായത് ഇനിയും പടം കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, തുടങ്ങാത്തവരാണ് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നത്. 26th 11th ആക്രമണത്തിന് ശേഷം ആ സമയത്തുണ്ടായിരുന്ന എയർഫോഴ്സ് ചീഫ് പോളി ഹോമി മേജർ സാബ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇന്ത്യൻ എയർഫോഴ്സ് സ്ട്രൈക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അതിന് അനുവാദം കൊടുത്തില്ല. അന്ന് ശബ്ദമുയർത്താത്തവർ ഇന്ന് ശബ്ദമുയർത്തുന്നു. റിസൾട്ടിന് മുമ്പ് ഇടയ്ക്ക് വെച്ച് എന്തിനാണ് നിർത്തിയതെന്ന് അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. പിന്നെ അത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ചിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 3 ക്ലിയർ ഒബ്ജക്റ്റീവാണ്. എല്ലാ ഓപ്പറേഷനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്തത്? അതായത് ശരിക്കും പറഞ്ഞാൽ 2016 അന്ന് ഉറിക്ക് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടന്നില്ലേ? ആർമി ചെന്ന് ലാൻഡ് റൂട്ടിൽ അറ്റാക്ക് നടത്തി. എവിടെയാണ് നടത്തിയത്? തീവ്രവാദികളുടെ ക്യാമ്പിന് നേരെ. 2019 ബാലാക്കോട്ട് സംഭവത്തിൽ അവർ ആർമിക്ക് നേരെ വന്നില്ല, തയ്യാറായിരുന്നു, മുൻകരുതലോടെ ഇരുന്നു. സോ എയർഫോഴ്സ് ചെന്ന് അവിടെ അറ്റാക്ക് നടത്തി. എവിടെ? ലോഞ്ച് പാഡിൽ. അതായത് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ചെന്ന് ക്യാമ്പിൽ നിന്നും ലോഞ്ച് പാഡിൽ. ഇത്തവണ ആർമിയും എയർഫോഴ്സും എല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. ഇത്തവണയും നോ കോണ്ടാക്ട് വാർ. നേരിട്ട് മിസൈൽ അയച്ച് അവരുടെ 9 മുതൽ 10 സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തി നശിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ടൈം ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ആക്രമിച്ചത്. അതിൽ 100 മുതൽ 150 പേർ വരെ കൊല്ലപ്പെട്ടു. അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഇന്ത്യ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ന്യൂ നോർമൽ സ്ഥാപിച്ചിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇത് ലോകത്തിന്റെ ന്യൂക്ലിയർ വിഷനിലേക്ക് കടന്നു ചെന്ന് വീട്ടിനകത്ത് ആക്രമിക്കുന്നത് ആദ്യമാണ്. അതായത് ന്യൂക്ലിയർ ബ്ലഫ് അവസാനിച്ചു. മൂന്നാമത്തേത്, സ്റ്റേറ്റ് നോൺ സ്റ്റേറ്റ് ആക്ടിനുള്ളിൽ ഉൾപ്പെടുത്തുന്നത്. മുഖം മൂടിയുണ്ടല്ലോ, ആ സ്ക്രീന് പോലും അത് മാറ്റിക്കളഞ്ഞു. ഇരുവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ബെക്കാനറിൽ വെച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, സിരകളിൽ രക്തമല്ല ഓടുന്നത്, പകരം കുങ്കുമമാണ് ഓടുന്നതെന്ന്. അതായത് 7th മെയ് എന്താഴ്ചയായിരുന്നു? ചൊവ്വാഴ്ച. അതായത് ഇന്ത്യൻ പട്ടാളം അത് തെളിയിച്ചു കാണിച്ചു. ഈ കാര്യം ഞാനൊരു കവിതയിലൂടെ പറഞ്ഞു തരാം. ലാൽ ദേഹ് ലാലീല സേ അരുധരി ലാൽ ലംഗൂർ और वज्रदेह दानव दलन जय 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 कपिसूर और मंगलवार की रात को ऑपरेशन सिंदूर. അതായത് പക്ഷേ സുധാംശു സാർ, കോൺഗ്രസ്സുകാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സിന്ദൂറിന് ഡീല് വെച്ചിരിക്കുകയാണെന്ന്. അമേരിക്കയുടെ ഡാഡിയാണ് യുദ്ധം നിർത്തിപ്പിച്ചതെന്ന്. നമ്മുടെ സൈന്യം അവരുടെ മനസ്സിൽ मन में है धैर्य और तन में प्रचंड शौर्य. बन चंद्रगुप्त मौर्य प्रलय मचाएंगे. महाराणा और शिवा की संतति कहाते हम शीश कट जाए भले झुकने न पाएंगे. बार बार छेड़िए न भारत स्वाभिमान को, अन्यथा बाद में बहुत पछताएंगे. सौगंध मां भवानी की उठेगी ललकार जब आपके घरों पे चील कौए मंडराएंगे. തീർന്നില്ല, ഇനിയുമുണ്ട്. അതായത് ചിലതൊക്കെ ഒഴുകി വന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്റർനാഷണൽ വാർത്തയായിരുന്നു. അമേരിക്കയുടെ കപ്പൽ ഒഴുകി വന്നു. അവിടെ ന്യൂക്ലിയർ ലീഗ് ചെക്ക് ചെയ്യാൻ പോയിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് അപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് കാര്യം അറിയുമായിരിക്കാം, കാരണം അമേരിക്കൻ ആർമി അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർക്ക് ഇതും അറിയുമായിരിക്കാം, പാകിസ്ഥാനിൽ ന്യൂക്ലിയർ വെപ്പൺ എവിടെയെല്ലാം ഉണ്ടെന്ന്. 9-10 സ്ഥലങ്ങൾ ചിന്നിച്ചിതറിയതിനു ശേഷം അവർക്ക് വിളിക്കാമായിരുന്നു. ഇതവർക്കൊരിക്കലും നിഷേധിക്കാനാവില്ല. പാകിസ്ഥാന് വേണമെങ്കിൽ അവരോട് ചോദിക്കാമായിരുന്നു, സഹായം ചോദിക്കാമായിരുന്നു. പക്ഷേ അവർ നമ്മോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു കാണും. അതിനുശേഷമാണ് അവർ നമ്മളെ വിളിക്കാൻ ശ്രമിച്ചത് തന്നെ. സോ ഞാൻ ഈ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മെയ് 9 വൈസ് പ്രസിഡന്റ് JD മെന്നോട് ചോദിക്കുന്നു, അബൌട്ട് ദ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സ്. അവരുടെ സ്റ്റേറ്റസ് അറിയിപ്പുണ്ട്, ദിസ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ്.
സോ 24 hours അങ്ങനെ എന്താണ് സംഭവിച്ചത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ അറിയിപ്പുണ്ടായിരുന്നു, അതിൽ ന്യൂക്ലിയർ ആംഗിളും ഉണ്ടായിരുന്നു. നിങ്ങളൊരു ഫുൾ ടൈം ലൈൻ നോക്കൂ. രാത്രി 2:30 മണിക്ക് ഷാബാസ് ഷെരീഫിനോട് പറയുന്നു 9:10 അന്ന് രാത്രി നൂർഖാൻ എയർവേസ് ഡെസ്റ്റോറായി. മോർണിംഗ് അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മെയ് 10 9 മണിക്ക് ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയെ അപ്രോച്ച് ചെയ്തു. അത് പാകിസ്ഥാനും ഡിനൈ ചെയ്തതേയില്ല. അവരുടെ DGM സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിൽ അങ്ങനെയൊന്നുമില്ല. അന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. 3:30 മണിക്ക് DGM സംസാരിക്കുന്നു. 3:35 രണ്ടുപേരും കൂടി ചർച്ച നടത്തുന്നു. ചർച്ച നടന്നതിനു ശേഷം 4:30 മണിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 5 മണിക്ക് MEയുമായി പ്രസ് കോൺഫറൻസ് ഉണ്ടാകും. 4:35 ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അത് മുഴുവനായി കേൾക്കണം. കാരണം ട്രംപ് സാർ ന്യൂക്ലിയർ ആംഗിൾ പോലും കൊണ്ടുവന്നു. ഇത് സമ്മതിക്കുകയാണെങ്കിൽ, അതായത് വലിയ വലിയ എക്സ്പേർട്സ്, ടോം കൂപ്പറിനെ പോലെ, പിന്നെ ജോൺ സ്പെൻസറുണ്ട്. അവർ പറഞ്ഞത് സർഗോദയുടെ പക്കൽ ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ട്, അവരുടെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഡാമേജ് ആയി എന്ന്. ന്യൂക്ലിയർ വെപ്പൺ ഷോപ്പിംഗ് മാൾ പോലെ ഓപ്പണിൽ വെക്കില്ല, അത് ഭൂമിക്കടിയിൽ 20 മീറ്റർ അടിയിൽ, 30 അടി അല്ലെങ്കിൽ 40 അടി അടിയിൽ ബങ്കറിനകത്താണ് വെക്കുക. പിന്നെ അതിൽ 2 പോയിന്റ് മാത്രമേ ഉണ്ടാകൂ, എൻട്രിയും എക്സിറ്റും. ഇൻ കേസ് ഇത് വാസ്തവമാണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്റർനാഷണൽ മീഡിയയിൽ വന്ന വാർത്തയാണിത്. ഒരുപക്ഷെ അതിലെന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ലീക്കേജ് ആകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, കാരണം കപ്പൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ 14th മെയ് അന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ചോദ്യം ചോദിച്ചു, പാകിസ്ഥാന്റെ ലീക്കേജ് ചെക്ക് ചെയ്യാൻ അമേരിക്കയുടെ ഏതെങ്കിലും കപ്പൽ പോയിട്ടുണ്ടോന്ന്. അതവർക്ക് അന്ന് തന്നെ നിഷേധിക്കാമായിരുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അപകടമുണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, സർവോദയ ഇന്ത്യയിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ അതിർത്തി കടന്ന് വെറും 177 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഡൽഹിയിൽ നിന്ന് മധുരയിലേക്ക് എത്ര ദൂരമോ അതുപോലെയാണ് അതിർത്തിയിൽ നിന്ന് സർഗോദയിലേക്കുള്ള ദൂരം. സോ ഇൻ കേസ് ഓഫ് എനി ഈവൻച്വലി എന്തും സംഭവിക്കാനുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സുരക്ഷാ വിദഗ്ധരെ ഈ ദൗത്യം ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ അതിന്റെ കൃത്യമായ ഒരു രീതി. നിങ്ങൾ ട്രംപ് സാറിന്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അത് മുഴുവനായും കേൾക്കണമെന്ന് പറയും. പക്ഷേ അതിനു മുൻപ് ഡൊണാൾഡ് ട്രംപ് 15 തീയതി തന്നെ പറഞ്ഞിരുന്നു, മീഡിയേഷൻ കാരണം വിഡ്രോ ചെയ്തുവെന്ന്. അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് അറിയിപ്പായിരുന്നു, ഐ എം നോട്ട് ഡൺ ഇറ്റ്, ഐ ഓൺലി ഹെൽപ്പ്. ട്രംപ് സാറിന്റെ കാര്യമെടുത്താൽ നോക്കൂ, ട്രംപ് സാറിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ട്രേഡ് ഡീൽ വെച്ചാണ് അദ്ദേഹം പേടിപ്പിച്ചതെന്ന്. മോദിജിയെ അത് പറഞ്ഞാണ് പേടിപ്പിച്ചതെന്ന്. കോൺഗ്രസ് നേതാക്കളുടെ കാര്യമെടുത്താൽ 1.5 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി എന്താണ് പറഞ്ഞത്? Why the defenders of democracy, Britain and America, are silent and that they are not interfering in India? അതായത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നു, അമേരിക്ക ആൻഡ് ഇംഗ്ലണ്ട് ഇവിടെ വന്ന് ഇന്റർഫെയർ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നു. പക്ഷേ ട്രംപ് സാർ 2024 ഡൊണാൾഡ് ട്രംപ് when he was running for the presidency election, മോദിജിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? മോദിജി എന്ന വ്യക്തി വളരെ നല്ല മനുഷ്യനാണ്, പക്ഷേ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കർക്കശക്കാരനാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് എന്താന്ന് വെച്ചാൽ, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ, പിന്നെ അദ്ദേഹം പറഞ്ഞു അത് ഗസ് ചെയ്യാൻ ഏത് രാജ്യമാണെന്ന്. എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ മോദിജി പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന്. നമ്മൾ പലതവണ മനസ്സിലാക്കി കൊടുത്തതാണ്. വേണ്ടി വന്നാൽ ഇനിയും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇനി നിങ്ങൾ പറയൂ, സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് ഞാനും ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും, കാരണം അറിയിപ്പ് റെക്കോർഡായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും നോക്കാം. അത് ഞാനിപ്പോൾ എല്ലാവരെയും കാണിക്കാൻ പോയാണ്. ഇത്രത്തോളം हाथ कंगन तो आरसी क्या, पढ़ लिखे को फारसी क्या. We have a very good relationship. He's the nicest human being. But we had a couple of occasions where somebody was threatening India. I said, let me help. I'm very good with those people. Let me help. I will do it. I will do it. Then I will do anything necessary. We've defeated them for hundreds of years. Wow. He was talking about a certain country. Okay? Yeah. You can probably guess the country. Yeah. You know the country. But I said, whoa, what happened there? അദ്ദേഹം മോദിയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ മോദി പറഞ്ഞു, താങ്കൾ എന്നെക്കുറിച്ച് സങ്കടപ്പെടേണ്ട, ഞാൻ നോക്കിയോളാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ട്രംപിന്റെ മറ്റൊരു പ്രസംഗം കേൾക്കൂ. 8th മെയ് 7th മെയ് മറ്റൊരു അറിയിപ്പുണ്ടായിരുന്നു. 8th മെയ് ട്രംപിന്റെ അറിയിപ്പ് എന്താന്ന് വെച്ചാൽ, ടിറ്റ് ഫോർ ടാറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ടിറ്റ് ഫോർ ടാറ്റിന് എന്താണ് അർത്ഥം? നമ്പർ 1, ഇറ്റ് ഈസ് ആൻ അക്സെപ്റ്റൻസ് ദാറ്റ് പെഹൽഗാം ഈസ് ഡൺ ബൈ പാകിസ്ഥാൻ. ടിറ്റ്. പിന്നെ ടാറ്റിന്റെ അർത്ഥം ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിർത്താൻ. ഇത് അംഗീകരിക്കാമല്ലോ? ഇല്ല, ഇത് അംഗീകരിക്കില്ല. ഈ ഒരു നിർദ്ദേശവും അംഗീകരിക്കില്ല. പിന്നെ ട്രംപ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ,
1000 വർഷം ഇന്ത്യ, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ, അതിനിടയിൽ കാശ്മീർ, ആ പ്രശ്നം ഉണ്ടായിരുന്നെന്ന്. പക്ഷെ പാകിസ്ഥാൻ നിലവിൽ വന്ന് 57 വർഷം കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാനിൽ പറയുന്നത് 1000 വർഷം മുമ്പാണെന്നാണ്. ഈവൻ കാശ്മീരിലും ഇസ്ലാമിന്റെ തുടക്കം 1339-ൽ ഷാമീറിന്റെ കാലത്താണ് ഉണ്ടായത്. അതിനു മുമ്പ് കാശ്മീരിൽ പേരും ഇസ്ലാമും ഇല്ല. ആരാണ് പാകിസ്ഥാനെ സഹായിക്കാൻ ശ്രമിക്കുന്നത് 1000 വർഷം മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്? അവരോട് പറയാണ് നമ്മൾ 2025-ലാണെന്ന്. 1000 വർഷം മുമ്പ് ഒരു സംഭവമുണ്ടായി. 1025-ൽ സോംനാഥ് നശിച്ചു. പിന്നൊരു വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, സ്വതന്ത്ര ഇന്ത്യയിൽ സോംനാഥ് ക്ഷേത്രം വീണ്ടും പണിതപ്പോൾ ഒരുപാട് പേർ അതിനെ എതിർത്തിരുന്നു. നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി പോലും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താന്ന് വെച്ചാൽ, പാകിസ്ഥാൻ അതിനെ തങ്ങളുമായി കൂട്ടിയിണക്കുന്നു. പിന്നെ മഹ്മൂദ് ഗജനിയാണ് അത് പണിതത്. അതിന്റെ പേരിൽ മിസൈലിന്റെ പേര് ഗജനി എന്ന് വെച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ട്രംപിനിത് മനസ്സിലാകും. അതായത് ഇത് എത്ര സീരിയസ് ആയ കാര്യമാണെന്ന്. പിന്നെ ഈ കാര്യം തന്നെയാണ് അസീം മുനീറും പറഞ്ഞത്. ഇത് ശരിയല്ലെന്ന്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ സൈന്യത്തലവൻ പറഞ്ഞു, അതായത് കുറ്റവാളി തന്നെ കുറ്റം സമ്മതിക്കുന്നു, എന്നാലും കുറ്റം മറ്റൊരാളുടെ മേൽ ചുമത്താൻ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കുറ്റവാളി തന്നെ സമ്മതിച്ചല്ലോ, ഇത് ഞങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യം. പിന്നെന്താണ് ഇവർക്കൊക്കെ പ്രശ്നം? സാർ, ഇവിടെ പരാതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിദേശകാര്യമന്ത്രി എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ അവരെ ആക്രമിക്കാൻ പോവുകയാണ്, എല്ലാ തീവ്രവാദ കേന്ദ്രവും തകർക്കുമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ എത്രയോ പ്ലെയിനുകൾ നശിപ്പിക്കപ്പെട്ടു, അതുപോലെ തന്നെ നമ്മുടെ ധാരാളം ആയുധങ്ങളും ഇല്ലാതാക്കിയെന്ന് പറയുന്നു. ബരാക് ഒബാമ സർ, അദ്ദേഹത്തിന്റെ പുസ്തകമായ പ്രോമിസ് ലാൻഡിൽ എഴുതിയിട്ടുണ്ട്. പേജ് 41 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള വ്യക്തിയാന്ന് വെച്ചാൽ എപ്പോഴും നെർവസ് ആയ ആളാണെന്നാണ്. അദ്ദേഹം ഒരു സ്റ്റുഡന്റിനെ പോലെയാണ്. അദ്ദേഹത്തിന്റെ ടീച്ചറെ ഇംപ്രസ് ചെയ്യാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് പലതും അറിയാമെന്ന് അദ്ദേഹം ഭാവിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സോ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ പറയുന്ന ഈ കാര്യം, അതായത് അദ്ദേഹം ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള വികാരങ്ങളിലാണ് ഇൻസ്പയർ ആയത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ രാഹുൽ ഗാന്ധി എപ്പോഴും ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. ജയശങ്കർ സാറിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം ഒരു ദ്രോഹിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, ഈ വിഷയത്തിൽ വിദേശ മന്ത്രാലയത്തിലെ സമിതിയിൽ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരുന്നു. അതായത് അന്ന് 19 മെയ് എന്നൊരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനും അതിൽ മെമ്പറാണ്. അതൊരു നല്ല സിറ്റിംഗ് ആയിരുന്നു. 24 MP-മാർ അതിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് അവരോട് പോയി പറയണമായിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ, രാത്രി 1:30 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം രാത്രി 1:30-ക്ക് സ്റ്റാർട്ടായി. അവിടെ 1:27-ന് അവസാനിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് പാകിസ്ഥാനെ അറിയിച്ചു, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിച്ചുവെന്ന്. പൊതുജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്തും അറ്റാക്ക് ചെയ്തിട്ടില്ല. നിങ്ങളുടെ എനർജിയിലോ സ്ട്രാറ്റജിക് സ്റ്റേഷനിലോ അറ്റാക്ക് ചെയ്തിട്ടില്ലെന്ന്. നിങ്ങളുടെ മിലിറ്ററി സ്റ്റേഷനിൽ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കുള്ള തിരിച്ചടി ഞങ്ങൾ തന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾ വലുതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല, അവസാനിച്ചിരിക്കും. ഇത് മാത്രമേ പറയാനുള്ളൂ. അവർ അപ്പോൾ മറുപടി പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞത് എന്താണെന്നറിയോ? ജയശങ്കർജി എന്താ പറഞ്ഞത്? ഇന്ന് ഇന്ത്യയുടെ നേതൃത്വം മോദിയുടെ കൈകളിലാണ്. അകത്ത് കടക്കും, നശിപ്പിക്കുകയും ചെയ്യും, കൊന്നു തള്ളിയതിനു ശേഷം പറയുകയും ചെയ്യും, ഞാൻ ചെയ്തു കാണിച്ചുവെന്ന്. ഞങ്ങൾ ഒളിഞ്ഞു നിന്നല്ല ആക്രമിച്ചിട്ട് വന്നത്. നമ്മുടെ MPs ഡെലിഗേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അകത്ത് കിടക്കും, തിരിച്ചടിക്കും, പറയുകയും ചെയ്യും. അതിനുശേഷം അത് ലോകത്തിന് കാണിച്ചു കൊടുക്കും, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന്. പക്ഷേ രാഹുൽ സാർ വളരെ അഗ്രസീവായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, മോദി സാറിന്റെ രക്തം ക്യാമറയുടെ മുന്നിൽ മാത്രമേ തിളയ്ക്കാറുള്ളെന്നാണ് പറയുന്നത്. അതായത് മോദിജി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അദ്ദേഹം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നൽകിയ ഈ സ്റ്റേറ്റ്മെന്റ്, ഇതിനു മുൻപ് തീവ്രവാദികളുടെ വിഷയത്തിൽ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആലോചിച്ചു നോക്കൂ, 9/11 ശേഷം എന്താ പറഞ്ഞെന്നറിയോ? ജോർജ് ബുഷ് അവൻ എവിടെയുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊല്ലൂ എന്നാണ്. ഈ ഭൂമിയിൽ അവൻ എവിടെ പോയി ഒളിച്ചാലും തേടി കണ്ടുപിടിച്ച് കൊല്ലുമെന്നാണ്. അതാണ് നമ്മുടെ രീതി. മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് മോദിജി പറഞ്ഞു, തലച്ചോറ് തണുത്തിരിക്കും, ചോര തിളയ്ക്കുമെന്ന്. ബ്രെയിൻ കൂളായതുകൊണ്ടുള്ള ഫലം നിങ്ങൾ കണ്ടതല്ലേ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷവാസ് ഷെരീഫ്, അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് ഓൺ റെക്കോർഡ്. 9-10 അർദ്ധരാത്രി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ജനറൽ ആസിഫിനെ അദ്ദേഹം പാതിരാത്രിക്ക് എഴുന്നേപ്പിച്ച് പറഞ്ഞത്, അതായത് ബദ്രെ ആദം സാഹബ്, ഇന്ത്യ നമ്മുടെ പല ബേസുകളും ആക്രമിച്ചിരിക്കുന്നു, പിന്നെ നോർക്കോൺ എയർവേസിൽ മിസൈൽ വർഷിച്ചിരിക്കുന്നു എന്ന്. അതായത് ഇത് കൂളായ ബ്രെയിൻ, തിളയ്ക്കുന്ന രക്തം ഉപയോഗിച്ച് ചെയ്തതാണ്. പിന്നെ പ്രധാനമന്ത്രി മോദിജി
ഏത് സ്ട്രാറ്റജിയോടെയാണ് ഈ വിഷയങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തത്? ചൈനയുടെ മിസൈൽ നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ, PL-15, അവിടെ പോയി ചെക്ക് ചെയ്യൂ. അതിന്റെ പേരാണ് AVIX, ഏവിയേഷൻ കോർപ്പറേഷൻ ഓഫ് ചൈനാസ് എന്ന് പറയും, ചെങ്ഡൂം. അതിന്റെ ഷെയർ 9% ഡൗൺ ആയി. ഇനി പറയാം, അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതായത് J-17, അത് നിർമ്മിക്കുന്നവരുടെ ഷെയർ എത്രയെന്ന് വെച്ചാൽ 12%. അതായത് പാകിസ്ഥാന്റെ ഷെയർ 7 to 8% ഡൗൺ ആയി. ഇത് മാത്രമല്ല സംഭവിച്ചത്, ചൈനയിലെല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. അവരവരുടെ ഷെയർ മുകളിലേക്ക് കൊണ്ടുവരാൻ പല ശ്രമങ്ങളും നടത്തി, പക്ഷേ നടന്നില്ല. അവരുടെ ഡിഫൻസ് ഷെയർ 6% താഴ്ന്നു. സോ നിങ്ങളിത് മനസ്സിലാക്കണം, എത്ര സീരിയസ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഒരു രാജ്യം മറ്റു രാജ്യങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം മോദിജി വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ എത്രത്തോളം മിസൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭമായിരുന്നു ഞാനതിന് ഇതെന്നാണ്. മറ്റൊരു ഉദാഹരണം പറയാം. എത്ര പ്ലാനോടുകൂടിയാണ് ഓരോ കാര്യവും ചെയ്തിരിക്കുന്നതെന്ന് അപ്പം മനസ്സിലാവും. അവിടെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് ഹാഫിസ് സൈഫുള്ള. 2006 അതായത് CRPF ക്യാമ്പില് ടെററിസ്റ്റ് അറ്റാക്ക് നടത്തി. പിന്നെ അവിടെ നടന്ന ഒരുപാട് അറ്റാക്കുകളിൽ അയാളുടെ പേര് ഉണ്ടായിരുന്നു. RSS ഹെഡ്ക്വാർട്ടേഴ്സും ആക്രമിച്ചു. ആരോ അയാളെ കൊന്നുകളഞ്ഞു. ഇപ്പോ കാര്യം എന്താന്ന് വെച്ചാൽ അവിടെയുള്ള ഗവൺമെന്റിന്റെ മതിപ്പ് കൂടുന്നതിന് പകരം കുറഞ്ഞു വരികയാണ്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ നമ്മുടെ ഈ അത് രാജ്യത്ത്. ആരാണെന്ന് നിങ്ങളുടെ പാർട്ടിയിൽ അല്ലല്ലല്ല, അവരാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് ആരാന്ന് പറയുക? നിങ്ങളിൽ ആരെങ്കിലും ഉത്തർപ്രദേശോ മധ്യപ്രദേശോ സ്വദേശിയാണെങ്കിൽ ബുന്ദേൽഖണ്ഡിൽ ഒരു ആലാപ് പാടാറുണ്ട്. ആലാവുദൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ലൈൻ: कि बड़े लड़ैया मुहबे वाले जय की मार सही ना जाए और एक का मारे दुई मर जावे तीसर खौफ खाए मर जाए. അന്ന് ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞതും അതോടെ ലഷ്കർ ഇ തൊയ്ബയും ജെയ്സെ മുഹമ്മദും ഫിനിഷ്. പിന്നെ അവരെങ്ങനെ മരിച്ചു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഞാൻ ബ്രഹ്മോസിനെ കുറിച്ചുള്ള ഒരു കമന്റ് വായിച്ചിരുന്നു. അതായത് പാകിസ്ഥാനിലുള്ളവർ മോദിയോട് പറയാണ്, ഞങ്ങൾക്കൊരു ബ്രഹ്മോസ് അയച്ചു തരൂ. അതിന് എത്രയാണെന്ന് ചോദിച്ചു. അതിന് ഇദ്ദേഹം പറയുന്നു, അഡ്രസ് അയച്ചു തരും, ഞാൻ ഫ്രീ ആയിട്ട് തരാം. അല്ല, നിങ്ങൾക്കറിയുമായിരിക്കും ജെയ്ഷ് മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന്റെ പേര് സുബാനള്ള. മോദിജി ബ്രഹ്മോസിനെ എങ്ങനെയാണ് അയച്ചെന്ന് വെച്ചാൽ, എപ്പോഴും അവർ അവിടെ നിന്നാണ് തീവ്രവാദ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഡൽഹി, മുംബൈ, ചണ്ഡീഗഡ്, ഗുവാഹട്ടി, ചെന്നൈ, ലക്നൗ, വൈഷാബാദ്, വാരണാസി, ജയ്പൂർ, സൂറത്ത്, നാഗ്പൂർ. തീവ്രവാദ ആക്രമണം നടത്താത്ത ഒരു സ്ഥലമെങ്കിലും പറയൂ. തീവ്രവാദ ആക്രമണങ്ങൾ നടത്തും, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സുബാനള്ള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് മോദിജി അതിന് തിരിച്ചടിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, അവരവിടെ ഇരുന്നുകൊണ്ട് യാ അള്ള എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ജനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ചോദ്യം ചോദിക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് POKയിൽ തീവ്രവാദി കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പിന്നീട് ഈ അഭിപ്രായം മാറാൻ മാത്രം എന്താണ് സംഭവിച്ചത്? അതായത് എന്റെ അഭിപ്രായത്തിൽ ഇതിനുള്ള ഉത്തരം കോൺഗ്രസ് പാർട്ടിക്കോ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമേ നൽകാൻ കഴിയൂ. പക്ഷേ ഈ വാക്ക് മാറ്റുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തുടക്കം മുതലുള്ളതാണ്. അദ്ദേഹം അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ മുതലുണ്ടല്ലോ. ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സൈന്യം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഒന്നും പറയാതിരുന്നാൽ മതി. ബരാക് ഒബാമ അദ്ദേഹത്തിന്റെ പുസ്തകമായ പ്രോമിസ് ലാൻഡിൽ എഴുതിയിട്ടുണ്ട്. 2010 മൻമോഹൻ സിംഗ് പറഞ്ഞ വിഷയത്തെ ബേസ് ചെയ്ത് 2008 ഇന്ത്യൻ സൈന്യം നടപടിയെടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റ് ഇതുമൂലം BJPക്ക് നന്മയുണ്ടാവുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ തടഞ്ഞു. പിന്നെ രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ, അദ്ദേഹം 15 ജൂലൈ 2012 അദ്ദേഹം പറഞ്ഞു തീവ്രവാദത്തെ പൂർണ്ണമായി നശിപ്പിക്കാനാവില്ലെന്ന്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു സ്റ്റോപ്പ് ദ ടെററിസം അറ്റ് ഓൾ ദ ടൈംസ്. പക്ഷേ നിങ്ങൾക്കറിയാം, മോദിജിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ എവിടെയൊക്കെ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നോ, അതായത് കാശ്മീരിൽ 4 ജില്ലകളിൽ അത് തടയുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രി മോദിജി പറഞ്ഞു, കോൺഗ്രസിനോടാണ് പറഞ്ഞത്, സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. അതായത് എന്നിൽ मेरी हिम्मत को सराहो, मेरे हमराही बनो, मैंने एक शम्मा जलाई है हवाओं के खिलाफ.